വെൽക്കം ടു +1 മാത്തമാറ്റിക്സ് ക്ലാസ്. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററാണ്. അത് പഴയ ടെക്സ്റ്റിലത് 10ാമത്തെ ചാപ്റ്ററാണ്, പുതിയ ടെക്സ്റ്റിലത് 9ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ പാർട്ട് 1 ചെയ്തിരുന്നു. ഇനി പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻസ് പാസിങ് ത്രൂ ദ പോയിൻറ്റ്സ് 3, -2 ആൻഡ് -1, 4. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, അതായത് ലൈനിൻ്റെ ഇക്വേഷൻ സ്ലോപ്പ് കണ്ടുപിടിക്കുക. കടന്നു പോകുന്ന പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് 3, -2 ആൻഡ് -1, 4. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി സ്ലോപ്പ് എന്ന് പറയുന്നത് m = y2 - y1 / s2 - x1. അതായത് ഇവിടെ ഇവിടെ ഇത് x1 y1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് s2 y2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ y2 - y1 എന്ന് പറയുമ്പം 4 - -2 s2 - x1. ഇത് -1 ആണ്. -1 - 3, 4 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആകും, 4 + 2 ആകും. ഇത് സെയിം സൈനാണ്. -1 - 3 എന്ന് പറയുമ്പോൾ -4 വരും. അപ്പോൾ 6 / -4 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. അതായത് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 × 3 6, 2 × 2 4, -3/2 എന്ന് ആൻസർ കിട്ടുന്നു. മൈനസ് കോമൺ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് വരും. അത് കോമൺ ആയിട്ട് ഇവിടെ ഇടുക, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൈനസ് ഇട്ടാൽ മതി. -3/2. Question: passing through the points 3, -2 and 3, 4. എസ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് അത് y ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനായിരിക്കും. വൈ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻസോ y ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസിൻ്റെ സ്ലോപ്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ m = y2 - y1 4 - -2 x2 - x1 3 - 3 0. അപ്പോൾ 6/0 നോട്ട് ഡിഫൈൻഡ്. എക്സർസൈസ് 10.1 ആണ്. അതായത് പുതിയ ടെസ്റ്റിൽ 9.1, ചാപ്റ്റർ 9 ആണ് പുതിയ ടെസ്റ്റിൽ സ്ട്രെയിറ്റ് ലൈൻസ്. പഴയ ടെസ്റ്റിലത് 10ാമത്തെ ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ഹൂസ് വെർട്ടീസസ് ആർ -4, 5, 0, 7, 5, -5 ആൻഡ് -4, -2. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാം വരച്ചിട്ടുണ്ട്. -4, 5 എന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ -4 എക്സ് ആക്സിസിലെ -4ഉം വൈ ആക്സിസിലെ -5ഉം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. അതുപോലെ തന്നെ 0, 7 എക്സ് ആക്സിസിലെ 0, വൈ ആക്സിസിലെ 7. അപ്പോൾ ഇതാണ് പോയിൻ്റ്. അതുപോലെ 5, -5, 5ഉം -5ഉം മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്. പിന്നെ -4ഉം -2ഉം മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. -4 ആൻഡ് -2, -4ഉം -2ഉം. അപ്പോൾ ഇവിടെ -4, 5ഉം -4ഉം -2ഉം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് വരും. എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. -4, 5, -4, -2, 0, 7, പിന്നെ 5, -5. ഇനി എല്ലാം കൂടെ ജോയിൻ ചെയ്യാം. എല്ലാം ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടിൻ്റെ എസ് കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് അത് വൈ ആക്സിസിന് പാരലായിട്ട് വന്നിരിക്കുന്നു ഈ ഒരു സൈഡ്. ഇനി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഈ ഇത് ജോയിൻ ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റുക. ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ½ × x1 × y2 - y3 x2 × y3 - y1 x3 × y1 - y2. ആ ഫോർമുല ഉപയോഗിച്ച് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഈ ഡയഗണലിലൂടെയോ വരയ്ക്കാം. അതുപോലെ x1 y1 ആയിട്ട് ഏത് പോയിൻറ്റ്സ് വേണമെങ്കിലും ഇത് x1 y1 എടുക്കാം, അല്ലെങ്കിൽ ഇത് x1 y1 എടുക്കാം. അത് കുഴപ്പമില്ല. ഏതെങ്കിലും പോയിൻറ്റ്സ് ഒന്ന് x1 y1 എടുക്കുക, ഒന്ന് s2 y2 എടുക്കുക, s3 y3 എടുക്കുക, s4 y4 എടുക്കുക. എന്നിട്ട് 2 ഡയഗണൽസ് വരച്ച് ഏതെങ്കിലും ഒരു ഈ ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിൾ ആക്കുക, അല്ലെങ്കിൽ ഈ ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിൾ ആക്കുക.
അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഡയഗണലാണ് എടുത്തിരിക്കുന്നത് AC. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ ADC-യും. ട്രയാങ്കിൾ ABC-യുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു x1 y1 ആയിട്ട് ഏത് പോയിൻ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ x1 y1 ആയിട്ട് -4 5 ആണ് എടുത്തത്. അപ്പോൾ x1 ഇൻറ്റു -4 ഇൻറ്റു 7 -5, അതായത് x1 ഇൻറ്റു y2 - y3 7 -5 പ്ലസ് s2 ഇൻറ്റു s2 0 ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എഴുതിയാലും എഴുതിയില്ലല്ലോ 0 ആയി പോകും. 0 ഇൻറ്റു -5 പ്ലസ് x3 5 ഇൻറ്റു y1 - y2 5 - 7. അങ്ങനെ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. -4 ഇൻറ്റു 7 -5 ആകുമ്പോൾ 7 + 5, ഇതിൻ്റെ വാല്യൂ 0. 5 - 7 -2 ആയതുകൊണ്ട് 5 ഇൻറ്റു -2. അപ്പോൾ ഇത് 7 5 12. -4 ഇൻറ്റു 12 -48 -10. അപ്പോൾ -58/2, അതായത് -29. അപ്പോൾ നമ്മൾ ഏരിയ ആയിട്ട് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. +29. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC കണ്ടുപിടിക്കാം. ഇതാണ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ഇതാണ് ഞാൻ x1 y1 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ -4 ഇൻറ്റു y2 - y3. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹാഫ് ഇൻറ്റു -4 ഇൻറ്റു -2 -5 പ്ലസ് -4 ഇൻറ്റു -5 പ്ലസ് 5 ഇൻറ്റു 5 -2. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു -4 ഇൻറ്റു -2 -5 ആകുമ്പോൾ അത് +5 ആകും. അതുപോലെ തന്നെ ഇത് 2 -5 -10. ഇത് 5 -2 5 + 2 ആകും. ഇത് 5 - 2 3 -4 ഇൻറ്റു 3. 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +40. 5 ഇൻറ്റു 5 + 2 എന്ന് പറയുമ്പോൾ 7. 5 ഇൻറ്റു 7. അപ്പോൾ ഇത് -12 + 40 + 35. 14 35 പോസിറ്റീവ് രണ്ടും കൂടെ ആഡ് ചെയ്തു 75. അതിൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്തു 63 എന്ന് കിട്ടുന്നു. 63/2 31.5. അപ്പോൾ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്യുക. നേരത്തെ 29ഉം ഇപ്പോഴത്തെ 31.5. അപ്പോൾ 60.5 സ്ക്വയർ യൂണിറ്റ്സ്. ഏത് ഏരിയ ഇപ്പോൾ മീറ്ററാണ് മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏത് യൂണിറ്റാണ് അതിൻ്റെ സ്ക്വയർ യൂണിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ബേസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 2a ലൈസ് എലോങ് ദ y-axis such that the midpoint of the base is at the origin. Find the vertices of the triangle. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബേസ് ലൈസ് അലോങ് ദി y-axis. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ x-ആക്സിസും y-ആക്സിസും വരയ്ക്കാം. ലൈസ് അലോങ് ദി y-axis സച്ച് ദാറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദി ബേസ് ഈസ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസിൻ്റെ നീളവും എല്ലാ നീളവും 2a ആയിരിക്കും. ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 2a ആയിരിക്കും, ഈ സൈഡ് 2a ആയിരിക്കും, ബേസും 2a ആയിരിക്കും. ഇനി മിഡ് പോയിൻ്റ് ഒറിജിനിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ABC എന്ന ട്രയാങ്കിളിൻ്റെ പേര് കൊടുത്താൽ മിഡ് പോയിൻ്റ് D എന്ന് കൊടുത്താൽ ഒറിജിൻ ആയിരിക്കും ഇത്, അതായത് 0 0 ആയിരിക്കും ഇത്. അപ്പോൾ ഈ ടോട്ടൽ നീളം 2a ആകുമ്പോൾ ഇങ്ങോട്ടുള്ള നീളവും a ആയിരിക്കും, ഇങ്ങോട്ടുള്ള നീളവും a ആയിരിക്കും. ട്രയാങ്കിൾ ഇങ്ങോട്ടും ആകാം ട്രയാങ്കിൾ. ബേസ് 2a എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ബേസ് ഒറിജിനിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒറിജിനിൽ ആണ് ലൈസ് അലോങ് ദി y-ആക്സിസ് ആണ്, സെൻറ്റർ ഒറിജിനാണ്, മിഡ് പോയിൻ്റ് ഒറിജിനിലാണ് കിടക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രയാങ്കിളും ആകാം, ഇങ്ങോട്ടുള്ള ട്രയാങ്കിളും ആകാം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ നമുക്ക് കോർഡിനേറ്റ്സ് ഇപ്പോൾ ABC ആയാലും ട്രയാങ്കിൾ ABP ആയാലും അതിൻ്റെ എയുടെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഇത് x വാല്യൂ 0 ആയിരിക്കും, y വാല്യൂ a ആയിരിക്കും. x വാല്യൂ 0, y വാല്യൂ -a. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി സിയും പിയും രണ്ടും കണ്ടുപിടിക്കണം. ഇനി ഇത് x-ആക്സിസും y-ആക്സിസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ 90-ക്കെതിരെയുള്ള ഈ സൈഡ് എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇത് ഹൈപ്പോട്ന്യൂസും ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഈ ലെങ്ത് 2a ആണ്. അപ്പോൾ DC കണ്ടുപിടിക്കാം. DC = √2a² - a². ദാറ്റ് ഈസ് √4a² - a², √3a². a² റൂട്ട് എന്ന് പറയുന്നത് a ആയിരിക്കും. അപ്പോൾ √3 × a.
അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് കിട്ടി √3 ഇൻറ്റു എ എക്സ് വാല്യൂ, വൈ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത് -√3 എ, വൈ വാല്യൂ 0. ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എന്തൊക്കെ വരും? ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് 0A 0 - a √3a 0. ഇതിൻ്റെ ആണെങ്കിൽ 0A 0 - a -√3a 0. The vertices are 0A 0 - a and -√3a 0, or 0A 0 - a and √3a 0.